ഭക്ഷണപ്രിയർക്ക് കോഴിക്കോട് നിന്നും ഒരു സന്തോഷ വാർത്തയുണ്ട്. രാജ്യത്തെ 25 നഗരങ്ങളിലെ രുചിവൈവിധ്യങ്ങൾ ഒത്തുചേരുകയാണ് കോഴിക്കോട് നടക്കുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് മേളയിൽ. ബ്രാൻഡഡ് ഷെഫുകാർക്ക് പകരം വ്യത്യസ്ത നാടുകളിൽ നിന്നെത്തിയ നാടൻ പാചകക്കാരാണ് മേളയിൽ തങ്ങളുടെ നാട്ടിലെ സ്പെഷ്യൽ ഭക്ഷണമൊരുക്കുന്നത്. കൊൽക്കത്തയുടെ ബുന്ന ഗോസ്റ്റ്, പകൽപൂരിലെ പുലാവ്, ഭോപ്പാൽ സ്പെഷ്യൽ നവാബി ഖീർ സ്വീറ്റ്, ചമ്പാരൻ ഹംദി മീറ്റ്, ഇങ്ങനെ തുടങ്ങി കോഴിക്കോടിന്റെ ചട്ടിപ്പത്തിരിയും കണ്ണൂരിന്റെ മുട്ടമാല വരെ നീളുന്നു ഇന്ത്യൻ ഫുഡ് ആർട്ടിലെ രുചിക്കൂട്ടങ്ങൾ. രുചി പോലെ തന്നെ വ്യത്യസ്തമാണ് വിലയും. 50 രൂപയിൽ തുടങ്ങി 2000 രൂപയുടെ ഭക്ഷണം വരെ മേളയിലുണ്ട്. ബ്രാൻഡഡ് ഭക്ഷണങ്ങൾക്ക് പകരം 25 നഗരങ്ങളിലെ നാടൻ തനത് ഭക്ഷണ വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ റാംപൂരിലെ മട്ടൺ റാണിനാണ് ഏറ്റവും കൂടുതൽ വില. This is the native food of Rampur, and pre-independence we were having a kingdom. We were having a king, so he was having around 500 people who were specially cooking the food for him only. And the art of cooking has been transferred to the local people. So we are just know from our elders how to marinate and how to cook the food. The taste wise they're very happy, but once, because it's costly, if they are coming in group like 6-7 people, they can eat it. Now we have started giving them in pieces also. രാജ്യത്തെ വ്യത്യസ്ത ഭക്ഷണങ്ങൾ ഒത്തുചേർന്നതറിഞ്ഞ് നിരവധി ആളുകളാണ് മേളയിലേക്ക് എത്തുന്നത്. അതീവ രുചിയുള്ള ഭക്ഷണവും കോഴിക്കോടിന്റെ അതുല്യ സൽക്കാരവും ഒരുമിച്ച് വന്നപ്പോൾ മേളയിലെത്തുന്നവരുടെ മനസ്സും വയറും നിറഞ്ഞു. ഓരോ സ്ഥലത്തുള്ള ഓരോ വ്യത്യസ്ത ഫുഡുകളല്ല, നമ്മൾ ഓരോ സ്റ്റേറ്റിലെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയല്ലോ. അടിപൊളി. എല്ലാം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സൂപ്പറാണ്. ഹൈദരാബാദ് ബിരിയാണി അടിപൊളി. ഒരു പ്ലേറ്റ് ഇതിൻ്റെ അടിയിലുണ്ട്. അത് കഴിച്ച ടേസ്റ്റ് തന്നെ രണ്ടാമത് വാങ്ങിയതാണ്. അത്രയും പ്രതീക്ഷിച്ചില്ല, ഒരു വെറൈറ്റി. അടിപൊളി അടിപൊളി. ഇവിടെ ലക്നൗവിൻ്റെ ഇത് കഴിച്ചു, പിന്നെ ഇവിടെ ഡെക്നി മലബാർ എന്നൊരു ബിരിയാണി കഴിച്ചു. വ്യത്യസ്ത തരത്തിലുള്ള എല്ലാ വൈവിധ്യങ്ങളെയും നമ്മളിവിടെ ആഘോഷമാക്കുകയാണ്. അത്തരത്തിലുള്ള അതിൻ്റെ കൂടെയാണ് ഭക്ഷണത്തിൻ്റെ രുചിയിലുള്ള വൈവിധ്യം കൂടി നമ്മൾ നൽകുന്നത്. നമ്മൾ തിരഞ്ഞെടുത്ത 25 ഇന്ത്യൻ നഗരങ്ങളിലുള്ള തനത് വിഭവങ്ങൾ തയ്യാറാക്കുന്ന പാചക കലാകാരന്മാരാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. അവർ ബ്രാൻഡഡ് ആളുകളല്ല. ഈറ്റോപ്പിയയും ഗ്രേറ്റ് മലബാർ ഇനീഷ്യേറ്റീവുമാണ് ഇന്ത്യൻ ഫുഡ് മാർട്ടിൻ്റെ സംഘാടകർ. വൈകുന്നേരം 5 മണി മുതൽ രാത്രി 10:30 വരെയാണ് മേള നടക്കുന്നത്. മെയ് 3 തുടങ്ങിയ മേള 12 അവസാനിക്കും. ഭാഷയിലും സംസ്കാരത്തിലും മാത്രമല്ല, വൈവിധ്യമുള്ള ഭക്ഷണങ്ങൾ കൊണ്ടും സമ്പന്നമാണ് നമ്മുടെ രാജ്യം. ആ വൈവിധ്യങ്ങളെല്ലാം അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള ഇടമാണ് ഇന്ത്യൻ ഫുഡ് ആർട്ട്. നിബിൻ രാജിനൊപ്പം റമീസ് മുഹമ്മദ്, കൈരളി ന്യൂസ്, കോഴിക്കോട്.